സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് എന്ന ബജറ്റ് തീരുമാനം നടപ്പിലാക്കാൻ സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിച്ചു. ഇൻഷുറൻസ് പദ്ധതിക്ക് പേര് നൽകാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനമുണ്ടാകും. സ്കൂളുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകുന്ന ഈ പദ്ധതിയുടെ ഗുണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഇതിനായുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തന്നെ സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു മികച്ച അവസരം ഞങ്ങൾ നൽകുകയാണ്. ജനകീയമായ ഈ പദ്ധതിക്ക് അനുയോജ്യമായ ഒരു പേര് നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും മികച്ച അർത്ഥവത്തവുമായ പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ്. സുനിഷ അയലൂരുണ്ട്. സുനിഷ അയലൂർ, വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് ഞെട്ടിക്കുകയാണല്ലോ. ഇൻഷുറൻസിന്റെ പേര് നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം, ലാസ്റ്റ് ബെഞ്ച് ഒഴിവാക്കാനുള്ള പദ്ധതികൾ ശിവൻകുട്ടി മിനിസ്റ്റർ പൊളിക്കുകയാണല്ലോ. സുനിഷ, ഉറപ്പായിട്ടും അരുൺ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വിപ്ലവകരമായ മാറ്റം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ ബജറ്റിൽ ഇങ്ങനെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഈ ഇൻഷുറൻസ് തന്നെയായിരുന്നു, അപകട ഇൻഷുറൻസ് തന്നെയായിരുന്നു. ഏതായാലും അത് എപ്പോൾ തുടങ്ങുമെന്നുള്ളതായിരുന്നു ചോദ്യമായി ഉണ്ടായിരുന്നത്. അത് ഈ അധ്യയന വർഷം തന്നെ ഉണ്ടാകും, ഉടൻ തന്നെ നടപടി എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഉടൻ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ അടക്കം ആരംഭിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു മാറ്റം, ഈ പറഞ്ഞതുപോലെ പേര് നിർദ്ദേശിക്കാൻ, ഈ ഇൻഷുറൻസിന് ഒരു പേര് നിർദ്ദേശിക്കാനുള്ള അവസരം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതിന് അർത്ഥവത്തായ ഒരു പേര് നൽകുക എന്നുള്ളതാണ്. ഇനി അതിന് സമ്മാനമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി നല്ല പേര് നൽകുന്ന, അർത്ഥവത്തായ പേര് നൽകുന്ന, സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആകർഷണീയമായ സമ്മാനമുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ആർക്കൊക്കെ ഈ പേര് നൽകാം എന്നാണ് ചോദ്യമെങ്കിൽ അത് ഈ രക്ഷിതാക്കൾക്ക് നൽകാം, വിദ്യാർത്ഥികൾക്ക് നൽകാം, ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ എപ്പോഴാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ, എപ്പോഴാണ് പേര് നൽകേണ്ട അവസാന തീയതി എന്നൊക്കെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി കാത്തിരിക്കേണ്ടതില്ല, ഉടൻ തന്നെ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാകുമെന്നുള്ളത് തന്നെയാണ് അരുൺ. താങ്ക് യു സുനിഷയാണ് നമുക്കൊപ്പം ചേർന്നത്.